ദൈവമായ കർത്താവ് ദാനമായിട്ട് ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തെ നീട്ടി തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദനിക്കുന്ന എല്ലാ മക്കളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. മുന്നോട്ട് പോകാൻ പറ്റാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഒരുപക്ഷെ മക്കളെ കുറിച്ചായിരിക്കാം, ജീവിത പങ്കാളിയെ കുറിച്ചായിരിക്കാം, രോഗപീഠകളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, സങ്കടത്തിന്റെ ഭാരമായിരിക്കാം, ജോലി ഭാരമായിരിക്കാം, ജീവിതത്തിന്റെ ഭാരമായിരിക്കാം. ഏതെല്ലാം ഭാരങ്ങള് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ആ ഭാരത്തെ മുഴുവനും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തില് ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാന് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമ്മുടെ ഭാരപ്പെട്ട എല്ലാ അനുഭവങ്ങളും, എല്ലാ ദുഃഖഭാരങ്ങള്, സങ്കടഭാരങ്ങള്, കണ്ണുനീരിന്റെ അവസ്ഥകള് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: യുഗാന്ത്യം വരെ ഇന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് മാറ്റമില്ലാത്ത നമ്മെ സ്നേഹിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിന്റെ കൃപയാണ് ഇന്നും നമ്മുടെ കൂടെ നടന്നുകൊണ്ട് നമ്മുടെ ഭാരങ്ങള്, നമ്മുടെ അവസ്ഥകള്, നമ്മുടെ സാഹചര്യങ്ങള് ഏറ്റുവാങ്ങി അത് സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ആത്മീയ ഉണർവിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവമായ കർത്താവ് നമ്മളോട് വീണ്ടും പറയുകയാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 41-ാം അധ്യായത്തില് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക, എന്റെ വിജയകരമായ വലതുകൈയിൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന്. ഇത് ദൈവത്തിന്റെ ഉറപ്പാണ് നമ്മളോട്. ദൈവത്തിന്റെ ആ വലതുകൈ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും നമ്മോടൊപ്പം യാത്ര ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ആ ദൈവം നമ്മളോട് പറയുകയാണ്. പത്രോസ് എഴുതിയ ലേഖനത്തില് 1-ാം ലേഖനത്തില് 5-ാം അധ്യായത്തില് 6-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴില് താഴ്മയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ നമ്മൾ നിൽക്കണം. അപ്പോൾ ആ സമയത്ത് ദൈവമായ കർത്താവ് നമ്മളെ ഉയർത്തേണ്ട സമയം. നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഒരുപക്ഷെ നമുക്ക് തന്നെ അജ്ഞാതമായിരിക്കാം. പക്ഷെ നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ നോക്കിക്കാണുന്ന ആ ദൈവത്തിന്റെ മുൻപിൽ എല്ലാം ദൃശ്യമാണ്. അദൃശ്യമായിട്ടുള്ള ആ കണ്ണുകള്, അദൃശ്യമായിട്ടുള്ള ആ കരം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുമെന്നും യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും എന്റെ വിജയകരമായ വലതുകൈ ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്നും ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കാൻ തക്ക സമയത്ത് ദൈവമായ കർത്താവ് നിന്നെ ഉയർത്തിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൽ പരിപൂർണമായിട്ടും ഇന്നത്തെ ദിവസത്തെ മുഴുവനും സമർപ്പിക്കാം. കാണുന്നവര്, കേൾക്കുന്നവര്, അറിയുന്നവര്, സാഹചര്യങ്ങളെ, വ്യക്തികളെ, അനുഭവങ്ങള് എല്ലാം മാറ്റിമറിക്കാൻ കഴിവുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് പ്രദാനം ചെയ്യട്ടെ.